ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ വീഡിയോ കേട്ടോ. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കയറിയതാണേ. തല കഴിക്കില്ല, മേല് മാത്രമേ കഴിക്കട്ടെ. അപ്പോൾ ജലദോഷമാണ്. ഇന്നലെ ഞാൻ നന്നായിട്ട് ഷാമ്പു ഒക്കെ വെച്ച് തല കഴുകിയതാണ്. അതുകൊണ്ട് ഇന്ന് കഴുകുന്നില്ലാന്ന് വെച്ചു. അപ്പോൾ തന്നെ ജലദോഷം കൂടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കണ്ണെഴുതി ഒന്ന് പൊട്ടും തൊട്ട് ലിപ് ബാമും ഇട്ട് പിന്നെ ബോഡി ലോഷൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കൊക്കോ ബട്ടറിൻ്റെ ബോഡി ലോഷനാണ്. അടിപൊളി മണമാണ്. ഇത് മീഷോയിൽ നിന്ന് കോംബോ ഓഫറിൽ മേടിച്ചായിരുന്നേ. 3 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ ഒരാൾക്ക് കൊടുത്തു. പിന്നെ ഫ്രൂട്ടിൻ്റെ ഉണ്ടായിരുന്നു, അത് തീർന്നു കേട്ടോ. അപ്പോൾ ഇതാണ് തേക്കുന്നത്. അടിപൊളി സാധനമാണ്. പിന്നെ രാവിലെ തന്നെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ആഴ്ച 2 ദിവസമാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഞാൻ ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ചെടിയെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. റോസ് കളറുള്ള പൂവായിരുന്നേ. ഇത് ആദ്യമായിട്ടാണ് പൂവിടുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ തന്നെ പെരയ്ക്കകമൊക്കെ ഒന്ന് തുടച്ചിട്ടായിരുന്നേ. കുഞ്ഞിന് ഉറങ്ങുവാണേ. പിന്നെ കുളിപ്പിച്ച് ഞാൻ ഉറക്കിയതായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ എല്ലാ മുറിയും തുടച്ചിടുന്നുണ്ട്. കാരണം വെച്ചാൽ അവൻ ഓടിപ്പഞ്ഞതിലെല്ലാം നടക്കുന്നതായതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും തുടച്ചു തരാറുണ്ട്. ഈ മുറിയെന്ന് വെച്ചാൽ പിന്നെ കുഞ്ഞിൻ്റെ ഉണങ്ങാത്ത തുണിയും പിന്നെ ചേട്ടായുടെ പണിസാധനമൊക്കെ വെക്കുന്ന മുറിയാണ് കേട്ടോ. പിന്നെ കുറച്ച് തുണികളൊക്കെ വെക്കുന്ന സ്റ്റാൻഡൊക്കെ ആ മുറിയിലാണ് ഇരിക്കുന്നത്. പിന്നെ നേരെ അടുക്കളയിലോട്ട് കയറി വെള്ളം അടുക്കളയിലോട്ട് കണക്ട് ചെയ്തേ. ഞാൻ അടുക്കളയിൽ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. നന്നായിട്ട് വെള്ളം ചിലവുണ്ട്. പിന്നെ ജാറിലൊക്കെ വെള്ളം പിടിച്ചു. പിന്നെ അകത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ പുറത്തോട്ട് വന്ന് ചെടിയൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ചെടിക്ക് വെള്ളം നനയ്ക്കാൻ തുടങ്ങിയ പിന്നെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ടായിരുന്നു. ആ പൂ കണ്ടിട്ട് എനിക്ക് അവിടെ നിന്ന് മാറാൻ തോന്നുന്നു. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ അകത്തെ മണി പ്ലാന്റിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ കുഞ്ഞിന് പഴം രാവിലെ തന്നെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേന് കാറും. ഞാൻ ആ സമയം കൂടെ കുറച്ച് നേരം ഇരുന്ന് സൺ മ്യൂസിക് കണ്ടു കേട്ടോ. നല്ല പാട്ടായിരുന്നു കേട്ടോ രാവിലെ. അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടേ. പിന്നെ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി. കാരണം എന്ന് വെച്ചാൽ രാവിലെ തുണി ഇറക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൊവ്വിന് വിരിക്കാൻ പറ്റിയില്ലായിരുന്നു. കുഞ്ഞിനെ കൊണ്ടാണ് വിരിച്ചിടാൻ ഇറങ്ങിയത്. അവൻ തോളയിലിരുന്നുകൊണ്ട് എനിക്ക് ചൊവ്വിന് വിരിച്ചിടാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഉണങ്ങത്തില്ല, വെയിൽ കുറവാണ്, ചെറിയൊരു മൂടൽ പോലൊക്കെ ഉണ്ട്. അതിന് ശേഷം പിന്നെ എല്ലായിടത്തും വെള്ളം നിറഞ്ഞായിരുന്നു. ബാത്റൂമിലും പിന്നെ അലക്കുന്ന സ്ഥലത്തും എല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓസ് നന്നായിട്ട് മടക്കി വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെയിലടിച്ചതെല്ലാം പോകും. അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്നിങ്ങനെ മടക്കി വെച്ച് ഒരു ചാക്കിട്ട് മൂടി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു ഉച്ചയ്ക്ക് നല്ല വെയിലാണ്. പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നേ. കുഞ്ഞിനപ്പുറം മുറിയിൽ ഇരിപ്പുണ്ട്. അവന് ഞാൻ ചോറൊക്കെ നേരത്തെ വാരി കൊടുത്തായിരുന്നേ. പയറും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ എടുക്കുന്നുണ്ട്. കാരണം മീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ വള്ളിപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവനും ഒന്നുകൂടെ കിടന്നുറങ്ങിയേ. ഉച്ച കഴിയുമ്പോഴത്തേനും എല്ലാ ദിവസവും ഉറങ്ങുന്നതാണ്. പിന്നെ ഞാനും ഇച്ചിരി നേരം കിടന്നു. ഒരു വള്ളി കിട്ടിയിട്ടുണ്ട് തൊട്ടിയാലേ. അതാകുമ്പോൾ പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു പിടിച്ചാൽ മതി. സ്പ്രിങ് തൊട്ടി ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നോളും കേട്ടോ. പിന്നെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റേ. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവന് പനക്കൽക്കണ്ടം പൊടിച്ച് വെക്കണമായിരുന്നു. കാരണം വെച്ചാൽ വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോഴും പിന്നെ ലാക്ടോജൻ കിടക്കുമ്പോൾ ശാലിച്ച് ഇട്ട് കൊടുത്തിട്ട് അവൻ ഒന്നും കുടിക്കത്തില്ല കേട്ടോ. തുപ്പി കളയുവേ. പിന്നെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് തീരാറായതായിരുന്നു നേരത്തെ പൊടിച്ച് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകാൻ നിന്നില്ല. കാരണം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം പിടിച്ച പോലെ അത് നനഞ്ഞ് കുഴഞ്ഞ പോലെ ഇരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് അടച്ച് മാറ്റി വെച്ചേ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നേ. കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അവൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. എൻ്റെ മേക്കപ്പ് ബോക്സ് ഒക്കെ എടുത്ത് കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ എല്ലാ തുണിയെല്ലാം ഒന്ന് മടക്കി വെച്ചേ. കുഞ്ഞിൻ്റെ നാപ്പീസ് മാത്രം ഉണങ്ങിയിട്ടില്ലായിരുന്നു. ബാക്കി എല്ലാ തുണിയും ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് അതിൻ്റെ മേക്കപ്പ് സാധനം മാത്രം മതി. കളിപ്പാട്ടം ഒന്നും വേണ്ട കേട്ടോ. എന്നാ കൊച്ചാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ നേരെ അവനെയും കൂടെ പുറത്തോട്ട് ചാടി. വേറൊന്നുമല്ല, മെയിൻ പണി ഇവിടെയാണ് കിടക്കുന്നത്. കുഞ്ഞ് നോക്കുവാണ്, വേറൊന്നുമല്ല. അവൻ്റെ പാമ്പേഴ്സിൻ്റെ ജെല്ലെല്ലാം പൊട്ടിച്ച് ഞാൻ വെയിൽ തുടങ്ങാൻ വേണ്ടി 2 ദിവസമായിട്ട് ഇട്ടിരുന്നത്. അത് പിന്നെ കത്തിക്കാമെന്ന് വെച്ചു. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം പോലും കത്തുകയില്ല. ഇങ്ങനെ വീർത്ത് കിടക്കും ജെല്ല്. നമ്മളെന്നാ പൊട്ടിച്ച് കൊടുത്താലും ശകലം അതിൻ്റെ അകത്ത് കാണും. പിന്നെ മഴയും കൂടെ നനഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വീർത്ത് വരുവേ. പിന്നെ ഞാനത് മഴ നനയാതെ രാത്രിയിൽ പടതയൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പടതയും ഒരു ചാക്കും കൂടെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ഇട്ടിട്ടാണ് ഞാൻ കത്തിക്കുന്നത്. നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഫ്രണ്ടിലോട്ട് ചാടി. മിറ്റം അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ചപ്പൊന്ന് കത്തിക്കാമെന്ന് ഓർത്തു. കാരണം വെച്ചാൽ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും നല്ല കാറ്റായിരുന്നു കേട്ടോ. കാറ്റെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എവിടെ നിന്നൊക്കെയാണ് ചപ്പ് വന്ന് വീണേന്ന്. പിന്നെ ഞാൻ അവനെ അകത്തിരുത്തിയിട്ട് പെട്ടെന്നൊന്ന് അടിച്ചു വാരിയിട്ടിട്ട് പിന്നെ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി വന്ന് അത് കത്തിക്കാമെന്ന് വെച്ചു. മുകളിലെല്ലാം ചപ്പ് വീണ് കിടപ്പുണ്ടായിരുന്നേ. അതെല്ലാം പിന്നെ അടിച്ചു കൂട്ടി നന്നായിട്ടൊന്ന് തീ ഇട്ട് കൊടുക്കുന്നുണ്ടേ. കാരണം എന്ന് വെച്ചാൽ
ഇത് അടിച്ചുകൊണ്ട് ദൂരോട്ട് പോകാനുള്ള ശേഷിയില്ല. കാരണം കുഞ്ഞൻ തോളയിലിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനെ കൊണ്ട് പോക്കൊക്കെ പാടാ. അതുകൊണ്ട് പിന്നെ ഞാൻ അത് അവിടെ തന്നെ ഇട്ടങ്ങ് കത്തിച്ചേ. പിന്നെ വിളക്ക് വെക്കാറൊക്കെ ആയി വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വീടെല്ലാം വൃത്തിയാക്കി ബാക്കി പണികളെല്ലാം ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിനതെല്ലാം നോക്കി നിൽക്കുകയാണ്. അവൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ എനിക്കും അവനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ മുറ്റത്തോടെയൊക്കെ കുറച്ച് നടക്കാറും ചെടി നനയ്ക്കാറൊക്കെ ഉള്ളതാണ്. പിന്നെ രാവിലെ നനച്ചുകൊണ്ട് വലിയ വെയിലും പകലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം നനച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ കയറിപ്പോന്ന് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴും നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഇങ്ങനെ കാറ്റൊക്കെ ഉള്ളത് തീ പിടിക്കുമെന്ന് പേടിയായതുകൊണ്ട് ഞാൻ കത്തി തീർന്നു കഴിഞ്ഞാണ് കയറി പോകുന്നത്. അതുവരെ തിണ്ണേ നിൽക്കുമായിരുന്നു. പിന്നെ കയറി വന്നു കഴിയുമ്പോഴത്തേന് വിളക്ക് വെക്കുന്ന ആ തട്ടൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വെച്ചു. കാരണം ഈ പൊടിയൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നേ. അതെല്ലാം പിന്നെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചിടുന്നുണ്ടേ. കാരണം തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ കരി പിടിച്ച പോലെ ഇരിക്കും. പിന്നെ വെള്ള സ്റ്റാൻഡും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് കയറി പിടിക്കുവേ. പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് വൃത്തിയായിട്ട് തുടച്ചിടുന്നുണ്ട്. പിന്നെ വൈകുന്നേരത്തേനുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. വേറൊന്നുമില്ല, ഇച്ചിരി കഞ്ഞി ഇടണമായിരുന്നേ. പിന്നെ ഞാൻ ചെറിയ കാലത്തിലാണ് കഞ്ഞി ഇടുന്നത്. കാരണം വൈകുന്നേരത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഉള്ളതേ ഇടുന്നുള്ളേ. കാരണം എന്താ വെച്ചാൽ രാവിലെ പൊതിക്ക് കൊണ്ടുപോകാനുള്ള രാവിലെയാണ് ഇപ്പോൾ ഇടുന്നത്. പിന്നെ പണിയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആ പാടം മടുത്തു. പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ചേ. കുഞ്ഞിനും ഇച്ചിരി വെള്ളം കൊടുക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ തന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ, മീഷോയിൽ നിന്നാണ്. വേറൊന്നുമല്ല, കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് അടുത്ത ദിവസമേ. അപ്പം അതിനുള്ള അലങ്കാര സാധനങ്ങളൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതാണ് വന്നത്. 1ാം പിറന്നാളാണ് അവൻ്റെ. ബലൂണ്, പിന്നെ തൊട്ടിക്കുള്ള സെല്ലോ ടേപ്പ്, പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്നത് ലെറ്റേഴ്സ്, പിന്നെ വൺ എന്നുള്ളതിൻ്റെ ഒരു ലെറ്റർ, പിന്നെ മാഷയുടെ ഒരു ഡോള്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ബലൂൺ വീർപ്പിക്കാനുള്ള ആ സംഭവം കൂടെ ഉണ്ടായിരുന്നേ. കൂടെ 2 സെല്ലോ ടേപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒരു 200 രൂപയ്ക്ക്. എന്നാലും നമുക്ക് ലാഭമായിപ്പോയി. എത്ര സാധനങ്ങൾ വേണം കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്ക് കൂടുതൽ പൈസയാകും. പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ കുഞ്ഞിനെ ശകലം കളിപ്പിച്ചേ. അവൻ്റെ കളിപ്പാട്ടമൊക്കെ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ. വലിയ ഇൻട്രസ്റ്റൊന്നുമില്ല കളിക്കാൻ. പിന്നെ ഞാനൊരു ചായ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.